അപ്പൊ ഇന്നത്തെ കപ്പ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേ? ഇന്നിപ്പോ ഈ തറവാട്ടിൽ നിന്ന് മോൻ കൊണ്ടുവന്നതായി കിഴങ്ങ് 3 എണ്ണം. അപ്പൊ ഇന്ന് ദേ ഒരെണ്ണം എടുക്കുള്ളൂ ഇത് പുഴുങ്ങാൻ. നാളെ ഇത് രണ്ടും കൂടെ വേവിക്കാം. അപ്പൊ മീനും വെക്കാം. മീൻ മേടിച്ചത് ഇരിപ്പുണ്ട്. ഇന്ന് പുഴുങ്ങി മുളക് ചമ്മന്തി കൂട്ടിയുള്ള കറി. അല്ല കറിയല്ല, മുക്കി കഴിക്കാം. ചമ്മന്തി ട്രഡീഷണൽ സ്റ്റൈലാണ്. അതെ, അടിപൊളി. മൊബൈൽ മാറ്റി വെട്ടുമ്പോഴേ എനിക്ക് സ്പീഡപ്പല്ലേ. കത്തി മറ്റേ കുഴപ്പമില്ല, മൊബൈൽ നോക്കിക്കോ. നല്ല മുഴുത്ത കപ്പയാ. സിലോണാന്ന് തോന്നണം കേട്ടോ. നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. ഒരു ചെറിയ കിഴങ്ങ് തരണേ. തരൂല്ല കേട്ടോ. നല്ല മുഴുപ്പാ അല്ലേ. കപ്പ മുറിക്കുമ്പോ ഞാൻ എപ്പോഴും ഇത് കഴിക്കുന്ന ഒരു പതിവാ. വാലറ്റല്ലേ സാധാരണ കഴിക്കാൻ എടുക്കാറ്. കിളികളൊന്നിരിക്കുന്നു. ഇതാണ് കപ്പ. വേണ്ട, കപ്പ കിട്ടാത്തവരെ കൊതിപ്പിക്കാനാണ്. നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടാവൂല്ലേ കപ്പ കിട്ടാത്തോണ്ട്? എന്ത് ചെയ്യാനാ, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യൂട്ടോ. വിൽപ്പനക്കുള്ള കപ്പ പോലെയല്ല, ഫ്രഷ് ആയിട്ട് പറമ്പിന്ന് തൊടിന്ന് പറിച്ചുകൊണ്ടാണ് കപ്പ. അതെ, ഇത് അടിപൊളിയാ. അപ്പൊ ഇനി നമുക്ക് പുഴുങ്ങണത് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് ഇന്ന് ചെരുവത്തിനകത്ത് കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി പുഴുങ്ങാനായിട്ട് വെക്കുക കേട്ടോ. അപ്പൊ കപ്പ കഴുകി എടുത്തു. നെകക്ക വെള്ളം ഒഴിച്ച്, വേവ് എങ്ങനെയാന്ന് അറിയില്ലല്ലോ, പെട്ടെന്ന് വേവൂന്നാ പറഞ്ഞത്. അപ്പൊ വെള്ളം ഒഴിച്ച് മീതെ വെള്ളം ഊറ്റിയെടുക്കുമല്ലേ പുഴുങ്ങമ്പ. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് അതവിടെ ഇരുന്ന് വേവട്ടെ. ഇങ്ങനെ തുറന്നിരിക്കുമ്പോ നമുക്ക് വേവ് അറിയുകയും ചെയ്യാമല്ലോ. അപ്പൊ അത് വെന്ത് കഴിഞ്ഞാൽ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയാണെന്ന്. ചമ്മന്തി ഈ ചമ്മന്തി ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ചതച്ച മുളക്, ചുമന്നുള്ളി യഥേഷ്ടം, അത്രയും തന്നെ ചുമന്നുള്ളി വേണം, അതാ രുചി കൂടുതല്. പിന്നെ ഉപ്പ്, സ്വല്പം വാളംപുളി പിഴിഞ്ഞൊഴിക്കും. എന്നിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ചത് നോക്ക്. എന്നിട്ട് ഇത് ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയാം. അല്ല, ഇത് ഇന്നിപ്പോ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നോക്ക. കഴിച്ചിട്ടുള്ളതാന്ന് എനിക്കറിയാലോ. ഇത് കാണുമ്പോ എല്ലാവർക്കും കൊതി വന്നിട്ടെന്ന് അറിയാം. വാളംപുളി ചേർക്കണം, അല്ലെങ്കിൽ എരിവിന്റെ കുത്തലായിരിക്കും. നാരങ്ങ പിഴിഞ്ഞാലും നല്ലതാ, പക്ഷെ വാളംപുളിയാണ് കൂടുതൽ നല്ലത്. അപ്പൊ വേഗം കപ്പ പുഴുങ്ങട്ടെ, കപ്പ വേവട്ടെ, കഴിക്കാം. അതെ, നേരെ. വാവ്, കോരിച്ചെറിയുന്ന മഴയത്ത് കഴിക്കാനുണ്ടല്ലോ നല്ല ചൂടാവി പറക്കണ കപ്പയും മുളകിട്ടരച്ച മുളകിന്റെ പുളിയൊക്കെ ചേർത്തിട്ടുള്ള വളംപുളിയൊക്കെ പിഴിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ ചേർത്തുള്ള ചമ്മന്തി. അപ്പൊ നമുക്കിനി പ്ലേറ്റിലേക്ക് എടുക്കാം. അടിപൊളി. ഓ, കണ്ടിട്ടുണ്ടല്ലോ കൊതിയാവുക. കോഫി ഉണ്ടാക്കണ്ട, ചൂടാട്ടോ. ഇത്രയും ചൂട് വേണമല്ലോ നല്ല മഴയത്ത് കഴിക്കാൻ. ഇതിലും നല്ല ഒരു ആഹാരം, 4 മണി പലഹാരം വേറെ ഉണ്ടോ? അപ്പയ്ക്കായിരിക്കും അല്ലേ? നല്ല ആവി പറക്കുക. അതുകൊണ്ടാ ആവി പറന്നോണ്ടിരിക്കുക. ഓ, എനിക്ക് വയ്യ. ഇനി ചമ്മന്തി എവിടെ ഇടുന്ന? അരികത്തായിരിക്കില്ല. ആഹാ, കൊതിയൂറും ചമ്മന്തി. സോ ഡെലീഷ്യസ്, സോ യമ്മി. അപ്പൊ നമ്മളൊരു കപ്പ എടുക്കുന്നു. വേണ്ട, നല്ല ചൂടാട്ടോ. അമ്മ കാപ്പി ഇടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഓ, എന്തൊരു ചൂടാ. നമ്മളൊരു ഇച്ചിരി മുളകരച്ച ചമ്മന്തിയിൽ നിന്ന് മുക്കുന്നു. ഓ, കണ്ടോ, ഇതങ്ങ് കഴിക്കുന്നു. ഓഹോ, അടിപൊളി, സൂപ്പർ. മുളകിനും ആ പുളിയൊക്കെ ചേർന്നത് കാരണം ആ കുത്തലില്ല കേട്ടോ. അതിനാണ് വാളംപുളി ചേർക്കണം. വാളംപുളി നല്ലത് നാരങ്ങാ നീരില്. കുത്തല് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒട്ടും മുളകിന്റെ കുത്തലില്ല. എന്നോട് പറഞ്ഞാന്ന് തറവാട്ടിലെ ബേബിച്ചാച്ചനാ വാളംപുളി ചേർക്കണമെന്നതില്. ഇറ്റ്സ് വെരി യമ്മി. നമ്മളെ നല്ല കപ്പയല്ലേ, ട്രഡീഷണൽ ആഹാരമാണ്. ഓ, മഴയത്തും ഇതും ചൂട് കാപ്പി കൊണ്ട് കഴിച്ചാലല്ലോ ഇറ്റ്സ് സൂപ്പർ കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് ലൈക്ക് കിട്ടോ വീഡിയോ. എല്ലാവരിലേക്കും
എത്തട്ടെ നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.